നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. വ്യാജ മോഷണം നടന്നെന്ന് പരാതി നൽകി. ഒടുവിൽ അമ്മയും മകനും കെണിയിലായി. വൈകുന്നേരത്തോടു കൂടി ലഭിച്ച പരാതിയാണ്. ഇങ്ങനെ സുമതി എന്ന സ്ത്രീയെ ആക്രമിച്ച് അവരുടെ വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപയും 5 പവനും മോഷണം പോയി എന്നുള്ള പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. അതിൽ അവരുടെ കമ്പൗണ്ട് തലയ്ക്ക് അടിക്കുകയും എന്തോ കർച്ചീഫ് വെച്ച് മുഖം മറയ്ക്കുകയും അങ്ങനെ ബോധം കെട്ട് വീണ് അവരുടെ വീടിനകത്തുനിന്ന് മോഷണം നടത്തി എന്നുള്ളതായിരുന്നു പരാതിയിലുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിൽ അത് കളവാണെന്നും അവർ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും അവരുടെ ഫാമിലി ഇഷ്യൂവിൽ കുടുംബത്തിനകത്തൊരു കല്യാണം നടക്കുന്നതിന് കൊടുക്കാനായി വച്ചിരുന്ന സ്വർണ്ണമായിരുന്നു, പൈസയായിരുന്നു. അത് കൊടുക്കാതിരിക്കാനായിട്ട് അമ്മയും മകനും കൂടി നടത്തിയൊരു നാടകമാണെന്ന് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചോദ്യം ചെയ്തതിൽ അത് വ്യക്തമായി മനസ്സിലാവുകയും അവർ വച്ചിരുന്ന സ്വർണവും പൈസയും കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിലേക്കും കളവായി മൊഴി നൽകിയതിനും അവർക്ക് 2 പേർക്കെതിരെ, അമ്മയ്ക്കും മകനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം വർക്കലയിലാണ് സംഭവം. വീട്ടമ്മയെ കെട്ടിയിട്ട് പണവും സ്വർണവും കവർന്നെന്നാണ് പരാതി നൽകിയത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും അടക്കം വീട്ടിലെത്തി പരിശോധന നടത്തി. ഒടുവിൽ പരാതി വ്യാജമെന്ന് പോലീസ് കണ്ടെത്തി. വർക്കലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് ഈറോഡ് സ്വദേശിയായ ശ്രീനിവാസൻ, മാതാവ് സുമതി എന്നിവർ ചേർന്നാണ് പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചത്. വർക്കല SHO പ്രവീൺ ജോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മകന്റെയും അമ്മയുടെയും മോഷണ നാടകം പൊളിഞ്ഞത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് മുഖംമൂടി സംഘം അമ്മയെ കെട്ടിയിട്ട ശേഷം 5 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും കവർന്നതായി ശ്രീനിവാസൻ പോലീസിൽ വിവരമറിയിക്കുന്നത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. തുടർന്ന് ശ്രീനിവാസനെ ചോദ്യം ചെയ്തതോടെ പോലീസിന് വിവരങ്ങൾ ലഭിക്കുകയായിരുന്നു. ഭാര്യയുടെ ബന്ധുവിന്റെ വിവാഹത്തിന് നൽകുവാനായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് ബന്ധുവിന് നൽകുന്നത് ഇഷ്ടമില്ലാതിരുന്ന ശ്രീനിവാസനും അമ്മയും ചേർന്ന് മാറ്റുകയും മോഷണകഥ മെനയുകയും ചെയ്തത്. സംസ്ഥാനത്ത് കുറുവാ സംഘ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനും വ്യാജ മൊഴി നൽകിയതിനും വർക്കല പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു. ട്രൂത്ത് വിഷൻ ന്യൂസ്, വർക്കല.